ഇന്ന് നമുക്ക് മുതിര കറി വെക്കാം. ഒരു 2 സ്പൂൺ മുതിര എടുത്ത് വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുതിരാൻ വെക്കണം. ഈ മുതിര നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മുതിര. ഹോഴ്സ് ഗ്രാം എന്ന് പറയും. നമ്മൾ കുതിരയ്ക്കൊക്കെ കൊടുക്കുന്ന ഇതല്ലേ മുതിര. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ നല്ലോണം വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ ഉണ്ടെങ്കിലേ നല്ലോണം വേകുള്ളൂ. എന്നിട്ട് ഈ മുതിര എടുത്തിട്ട് വെന്ത് കഴിഞ്ഞ് ആറിക്കഴിയുമ്പം ഈ മുതിര എടുത്തിട്ട് നമുക്ക് അരയ്ക്കാം. ഒരു മിക്സിയിൽ ജാറിലോട്ട് മാറ്റാം. അതിൻ്റെ കൂടെ തേങ്ങായും മല്ലിയും മുളകും കുരുമുളകും ഒക്കെ കൂടെ വറുത്ത് വെച്ചതാണ് ഇത്. അതും കൂടെ കുറച്ചിടാം ആവശ്യത്തിന്. ഒരിത്തിരി പുളി, ഇത് നല്ല പുളി ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ പുളി ചേർക്കുന്നത്. എന്നിട്ട് ഇത് നല്ലോണം അരച്ച് കൊണ്ടുവരാം. എന്നിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പം ഈ അരച്ച് വെച്ചതൊഴിച്ച് നല്ലോണം ഇളക്കുക. അതിന് ഉപ്പും പാകത്തിന് ഉപ്പൊക്കെ ചേർക്കണം. കുഞ്ഞുള്ളി മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ നല്ലത്. പക്ഷേ ഇവിടെ കുഞ്ഞുള്ളി ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ചേർക്കണം. പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് മുതിരക്കറി ഉണ്ടാക്കാം. ഒന്ന് തിളയ്ക്കുമ്പം നമുക്ക് വാങ്ങി വെക്കാം. മുതിരക്കറി റെഡിയായി. ചോറിനൊക്കെ കൂട്ടാൻ നല്ലതായി മഴക്കാലത്ത്. കുറച്ച് കരിവേപ്പില, ഞാൻ വറുത്ത് വെച്ച കരിവേപ്പിലയും കൂടെ കുറച്ച് ഇതിൻ്റെ അകത്തിടാം. കണ്ടോ, നല്ല അടിപൊളി മുതിരക്കറി റെഡിയായി.